ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ നെക്സ്റ്റ് ഡേ ലില്ലി ഈസോയിനെ വിളിപ്പിക്കും. അവൻ കൊടുത്ത എല്ലാ ഗിഫ്റ്റും റിട്ടേൺ ചെയ്ത് പയ്യെ നടക്കും. എന്താ ലില്ലി ഇത്? അപ്പോ നമുക്കിടയിൽ ഇത്രേ ഉള്ളൂ, നിനക്ക് എന്നോട് വേറൊന്നും പറയാനായിട്ടില്ലേ നീന ചോദിക്കും. ഉണ്ട്, എനിക്ക് പറയാനുണ്ട്. നെക്സ്റ്റ് ടൈം നീ ഡ്രിങ്ക് ചെയ്യുമ്പോ എന്നെ വിളിക്കാൻ നിൽക്കരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതേ ടൈം ഞാനിനെ കാണിക്കാണ്. പെട്ടെന്ന് ഗ്രാൻഡ് പേയുടെ അടുത്ത് നിന്നും ഒരു കോള് വരും. നിന്റെ ഗ്രാൻഡ് പേ എന്ന് പറയുന്ന ഒരാള് ഇവിടെ ജീവനോട് കൂടിയുണ്ട്. വല്ലപ്പോഴും എന്നെ ഒന്ന് വന്ന് കണ്ട് ഒരുമിച്ച് ഒരു ഫുഡ് കഴിച്ചിട്ട് പോയിക്കൂടെ നീന ചോദിക്കും. ഗ്രാൻഡ് പാ, ഇന്ന് നൈറ്റ് ഡിന്നറിനായിട്ട് ഞാൻ വരാം, പക്ഷെ എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും എന്ന് പറയും. അതാരാണ്? ജിങ്ഷി ആണോ നീന ചോദിക്കും. അതെ, ജിങ്ഷി തന്നെയാണ്. എന്തായാലും ഗ്രാൻഡ് പേന ഒഫീഷ്യലായിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്രാൻഡ് പാ, എനിക്കൊന്നേ പറയാനുള്ളൂ, വെറുതെ അവളെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കരുതെന്ന് പറയും. ഇല്ലട ഇല്ല, എന്തായാലും നീ അവളെയും കൂട്ടി വാന്ന് പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ജിങ്ഷിക്ക് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തുറന്നു നോക്കും. ഇപ്പോ അങ്ങനെ രണ്ടുപേരും കൂടി ഗ്രാൻഡ് പേനെ കാണാനായിട്ട് പോവാണ്. പോകുന്ന വഴി ജിങ്ഷി വല്ലാണ്ട് അപ്സെറ്റ് ആണ്. എന്തു പറ്റി, എന്താ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. വേറൊന്നുമല്ല, ഞങ്ങളുടെ പുതിയ പ്രോജക്ട് അൺഹൈ റീപ്ലേസ് ചെയ്തു എന്ന് പറയും. ഹേയ്, നീ അതൊന്നും ആലോചിച്ച് ഫീൽ ചെയ്യണ്ട, ഇനിയും ബെറ്റർ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും. പക്ഷെ ജിങ്ഷിക്കാണെങ്കിലും വല്ലാത്ത സങ്കടമാണ്. അവരേലും ചെറിയ കമ്പനി ആയതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ആ പ്രോജക്ട് കിട്ടാണ്ട് പോയി എന്നും പറഞ്ഞ് വല്ലാണ്ട് ഫീൽ ചെയ്തിരിക്കും. ജിങ്ഷി പോയത് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നതിനേലും നല്ലത് മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതല്ലേ എന്നും പറഞ്ഞ് ഒരു അഡ്വൈസ് ഒക്കെ ഇട്ട് അയാൾ വന്ന് പറഞ്ഞു പോയ കാര്യം ഒന്ന് ആലോചിച്ചെടുക്കും. അൺഹൈ എന്നുള്ള കമ്പനി നിങ്ങളുടേതാണെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ ജിങ്ഷിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോഴായിരിക്കും വലിയൊരു വാർ തുടങ്ങാൻ പോവുക എന്ന് അൺഹൈയുടെ ഡയറക്ടർ വന്ന് പറഞ്ഞിട്ടില്ലേ. ആ കാര്യം ഒന്ന് ആലോചിച്ചെടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഗ്രാൻഡ് പ താമസിക്കുന്ന ആ വീട്ടിലേക്കും ചെല്ലും. ഇങ്ങോട്ടേക്കാണ് വരാൻ പോകുന്നതെന്ന് എന്തുകൊണ്ട് നീ നേരത്തെ പറഞ്ഞില്ല? ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് വരുന്നേനെ. അതുമല്ലാണ്ട് മര്യാദക്ക് ഡ്രസ്സ് പോലും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, നീ എങ്ങനെ പോയാലും സുന്ദരിയാന്നും പറഞ്ഞ് ആ ഒരു ഗിഫ്റ്റ് ജിൻസിക്കായിട്ട് കൊടുക്കും. നേരത്തെ ഒരു നെക്ലസ് കൊടുത്തിട്ടില്ലേ, അതിന് മാച്ചിങ് ആയിട്ടുള്ള 2 കമ്മലാണ്. അപ്പൊ തന്നെ ഞാൻ ജിൻസിയുടെ കയ്യിൽ കയറി പിടിക്കും. നേരത്തെ തന്നെ ഞാൻ നിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്തു, അതേപോലെ ഇപ്പോ നിന്നെ എന്റെ ഗ്രാൻഡ് പേനെ മീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നേക്കുവാന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല, ഞാൻ നല്ല രീതിയിൽ ഗ്രാൻഡ് പേരുടെ അടുത്ത് ബിഹേവ് ചെയ്യുമെന്ന് പറയും. ഞാൻ അതല്ല പറഞ്ഞു വന്നത്, നമ്മുടെ റിലേഷൻഷിപ്പ് ഇപ്പോ പാരന്റ്സിന്റെ അവിടം വരെയായി. എന്തൊക്കെ വന്നാലും നീ തന്ന വാക്ക് പാലിച്ചിരിക്കണം. നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല എന്ന് പറയും. എനിക്കറിയില്ല ആരാണ് ഇനി ആദ്യം റിഗ്രറ്റ് അടിക്കാൻ പോകുന്നതെന്ന് എന്നെ ചോദിക്കും. അപ്പൊ തന്നെ ഞാൻ അവളുടെ ഫോർഹെഡിൽ ഒരു കിസ് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരും. ഫസ്റ്റ് തന്നെ ലിങ്ങിന്റെ അമ്മയാണ് ഓടി ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അയ്യോ മോളെ, നിന്നെ കാണാനായിട്ട് എന്ത് ക്യൂട്ടാണ്, ഫോട്ടോയിലും നേരിട്ട് കാണാനാണ് ക്യൂട്ട് എന്നറിയും. ആന്റി, വെറുതെ അവളെ തീസ് ചെയ്യല്ലേന്ന് പറയും. ഒന്നും മിണ്ടാണ്ടിരിക്കടാന്ന് പറഞ്ഞ് ലിങ്ങിന്റെ അമ്മ ഞാനെന്നെ ചീത്ത പറയും. ആന്റി, നിങ്ങള് ലിങ്ങിന്റെ അമ്മയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹായ്, അത് നീ എങ്ങനെ കണ്ടുപിടിച്ച്? നാൻസി പറഞ്ഞിട്ടുണ്ടാകും, നാൻസി എന്റെ ടീച്ചറാണെന്ന് അറിയും. നാൻസിയും വീട്ടിൽ വന്ന് ആന്റിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. ആന്റി നന്നായിട്ട് പാട്ട് പാടുമെന്നൊക്കെ എപ്പോഴും പറയുന്നറിയും. മോൾ എന്തൊരു സ്വീറ്റ് ആണ്, ടൈം കിട്ടുമ്പോ എന്റെ വീട്ടിലേക്കൊക്കെ വരണേന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂട്ടി അകത്തേക്ക് ചെല്ലും. അവിടെ ഇപ്പോ യുവാനും യുവാന്റെ അമ്മയും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ ജിൻസി എല്ലാവർക്കും ഒരു നമസ്കാരമൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും. അതൊന്നും വേണ്ട മോൾ ആദ്യം ഇരിക്കെന്നും പറഞ്ഞ് ലിങ്ങിന്റെ അമ്മ ജിൻസിനെ പിടിച്ചിരുത്തും. അപ്പൊ തന്നെ ഗ്രാൻഡ് പാ, എനിക്ക് യാനെന്റെ അടുത്ത് തനിച്ചൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കും. മോൻ പോയിക്കോ, ആന്റി ഇവിടെ ഉണ്ടല്ലോ, ആന്റി ജിൻസിനെ നോക്കിക്കോളാന്നും പറഞ്ഞ് യാനിനെ പറഞ്ഞയച്ച് ഇവരെ കൂടെ ജോയിൻ ചെയ്യും. ആദ്യം തന്നെ യുവാൻ ജിൻഷിക്ക് ടീ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം സിഡ്നിനെ മീൻ ചെയ്ത് സംസാരിക്കാനും തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ ജിൻഷിക്ക് ലൈറ്റ് ആയിട്ട് ഫീൽ ആവുന്നുണ്ട്. അപ്പൊ തന്നെ ലിങ്ങിന്റെ അമ്മ ഇടക്ക് കയറി കാര്യങ്ങളൊക്കെ മാറ്റിവിടും. അതിനുശേഷം യുവാന്റെ അമ്മ യാനിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൊക്കി പറഞ്ഞ് നീ ശരിക്കും ഭാഗ്യം ചെയ്തവളാണ്, യാനിന നിനക്ക് കിട്ടിയില്ലേ നീനെ പറയും. അപ്പൊ തന്നെ ലിങ്ങിന്റെ അമ്മ ഇടക്ക് കയറിയിട്ട് സത്യം പറയുവാണെങ്കിൽ ഇവിടെ ഭാഗ്യവാൻ യാനാണ്, ഇങ്ങനെ ഒരു ക്യൂട്ടും സ്വീറ്റുമായിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ടിനെ അവന് കിട്ടിയില്ലേന്ന് പറയും. ഇനിയും കുറച്ചു നേരം കൂടി ജിൻഷിനെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാല് ഇവരെന്തെങ്കിലും സംസാരിച്ച് ജിൻഷിയുടെ മനസ്സ് മാറ്റി കളിയോന്ന് പേടിച്ച് വാ മോളെ വാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് സംസാരിക്കാന്നും പറഞ്ഞ് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകും. ഇവരെവിടെ എത്തി കഴിയുമ്പോ തന്നെ യാനും യാന്റെ ഗ്രാൻഡ് പേയും കൂടി അങ്ങോട്ടേക്ക് വരും. അങ്ങനെ യാൻ ഗ്രാൻഡ് പേന ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോ യുവാനാണെങ്കിലോ, നീ യാനെന്റെ കോളേജ് മേറ്റ് ആണല്ലേ, 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ജർമ്മനിയിൽ നിന്ന് വരുന്നത്. വന്ന ഉടനെ തന്നെ ആദ്യം സപ്പോർട്ട് ചെയ്തത് നിന്നെയാണ്. എന്തായാലും മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിൻഷി, മിസ് യുവാൻ, നിങ്ങള് പഴയ കാര്യം മറന്നുപോയോ? ആദ്യം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നത് നിങ്ങളാണ്. ഞാനും ചേർന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഇൻവെസ്റ്റർ ആയിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നേനെന്ന് പറയും. അതെ ജിൻഷി, നീ പറഞ്ഞത് ശരിയാണ്, ഞാനാണ് എന്റെ സിസ്റ്ററിന്റെ ആ ഒരു സ്ഥാനം അടിച്ചു മാറ്റിയതെന്ന് ഞാനും പറയും.
അപ്പൊ തന്നെ ഗ്രാൻഡ് പാ ഇപ്പോ 3D പ്രിന്റിങ്ങില് അൺഹൈ ആണ് ദി ബെസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ എങ്ങനെയാണ് അൺഹൈനെ ബീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ജിങ്ജിക്ക് ഒരുപാട് അഡ്വൈസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോ അതൊക്കെ ആലോചിച്ചിട്ട് അൺഹൈ എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയാണ്, ഞങ്ങളുടേതോ ഒരു ചെറുതാണ്. അതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടേത് ഒരു ചെറിയ കമ്പനിയല്ലേ, അത്രയും വലിയ കമ്പനിയുമായിട്ട് ഒരു കോമ്പറ്റീഷൻ വെക്കുന്നത് ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോഴത്തേക്ക് ബോൺസിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതും ഇതും എല്ലാം വിട്ടിട്ട് ഞങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലൂടെ പോവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയും. കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ജിങ്ഷി ഇപ്പൊ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനും അതിനെ ഓക്കെ അടിക്കും. എന്താണിത്, ഇവിടെ ഫുഡ് കഴിക്കാനായിട്ടല്ലേ വന്നത്? ഫുഡ് കഴിക്കാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മതി മതി, സംസാരിച്ചതൊക്കെ മതി, ഫുഡ് കഴിക്കുന്നു പറഞ്ഞ് ലിങ്ങിന്റെ അമ്മ എഴുന്നേറ്റ് ജിങ്ഷിക്ക് ഒരുപാട് ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ജിങ്ഷിയും ലിങ്ങിന്റെ അമ്മയും കൂടി പുറത്തു കൂടെ നടക്കുവാണ്. മോളെ, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ എന്നിങ്ങനെ ചോദിക്കും. ഇല്ല ആന്റി, അങ്ങനെയൊന്നുമില്ലാന്ന് പറയും. ആക്ച്വലി അവൻ കുഞ്ഞുനാളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നിരുന്ന കുട്ടിയാണ്. എപ്പോഴാണോ അവന്റെ പാരന്റ്സ് മരിച്ചത് അതിന്റെ ഒരു സങ്കടത്തില് ഒറ്റക്കിരുന്ന് ഭയങ്കര റിസർവ്ഡ് പേഴ്സൺ ആയിട്ട് മാറി. അതും ജർമ്മനിക്ക് പോയി വന്നതിന് ശേഷം അവൻ മുഴുവനായിട്ട് റിസർവ്ഡ് പേഴ്സൺ ആയിട്ട് മാറിപ്പോയി എന്ന് പറയും. അതെ ആന്റി, ഞാനും ഒരുപാട് തവണ അത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയും. നീ വന്നതിന് ശേഷം അവനിപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ശരിക്കും ഇതിന്റെ എല്ലാ ക്രെഡിറ്റും നിനക്കാണ് തരേണ്ടതെന്ന് പറയും. താങ്ക് യു ആന്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരും. നിന്നെ ഗ്രാൻഡ് പാ വിളിക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഇപ്പോ ജിങ്ഷി ഗ്രാൻഡ് പേയുടെ അടുത്താണ് ഉള്ളത്. ഗ്രാൻഡ് പേ ഇപ്പോ കാലിഗ്രാഫി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാനിന്റെ പേരിന്റെ അർത്ഥമൊക്കെ പറഞ്ഞ് നിന്റെ പേരിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കും. ഞാൻ ജനിക്കുമ്പോഴുണ്ടല്ലോ എന്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് വിടർത്തി ഒരു സ്റ്റാറിനെ പോലെ നിൽക്കുമായിരുന്നു എന്ന് എന്റെ പാരന്റ്സ് പറയാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് ജിങ്ഷി എന്നുള്ള പേര് വെച്ചെന്ന് പറയും. അപ്പോ നീ ഭയങ്കര ദൂരത്തിലുള്ള ആളാണെന്നാണല്ലേ നിന്റെ പേരിന്റെ അർത്ഥം എന്ന് ചോദിക്കും. അതെ, സ്റ്റാർസ് ഒരുപാട് അകലെയാണെങ്കിലും അവരുടെ ഓൺ ലൈറ്റ് കൊണ്ടാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതും ആ ഒരു ലൈറ്റ് നമ്മളിലേക്ക് എത്തുന്നതും എന്നും കൂടി പറയും. സോ ഗ്രാൻഡ് പക്ക് ജിങ്ഷിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാലും അത് പറയാണ്ട് നിനക്കൊരു ചാൻസ് ഉണ്ടെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. ഇത് ജിങ്ഷിക്ക് മനസ്സിലാകും. അങ്ങനെ പോവാൻ നേരം ഞാൻ എന്റെ അടുത്ത് വന്ന് കാര്യം പറയും. ഗ്രാൻഡ് പക്ക് എന്നോട് വെറുപ്പൊന്നുമില്ല, ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, ഇത് തന്നെ എനിക്ക് ധാരാളം ഒന്നും പറഞ്ഞ് ജിങ്ഷിയും ഭയങ്കര ഹാപ്പി ആകും. അങ്ങനെ ജിങ്ഷിയും ഞാനും വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോ ലിങ്ങിന്റെ അമ്മയാണെങ്കിലോ ഞാൻ എന്റെ കുഞ്ഞുനാളിലുള്ള ഒരുപാട് ഫോട്ടോസ് ഒക്കെ ജിങ്ഷിക്കായിട്ട് അയച്ചു കൊടുക്കും. കുഞ്ഞുനാളിലും നിന്നെ കാണാൻ നല്ല ക്യൂട്ടാണെന്നും പറഞ്ഞ് ഓരോ ഫോട്ടോസ് ഒക്കെ കാണിക്കും. അല്ല, ഞാനൊരു കാര്യം അറിഞ്ഞായിരുന്നു, നീ ജർമ്മനിയിലായിരുന്നപ്പോ പോലും നീ മനസ്സ് വിട്ട് ആരോടോ ഒന്നും സംസാരിക്കില്ലായിരുന്നു എന്ന് എന്റെ അടുത്ത് ലിങ്ങിന്റെ അമ്മയാ പറഞ്ഞത്. ഇനിയിപ്പോ നിന്റെ കൂടെ ഞാനില്ലേ, എന്തായിരുന്നാലും ഇനി മുതൽ എന്റെ അടുത്ത് ഷെയർ ചെയ്യണം. എന്താ ഓക്കെ അല്ലേ നിന്നെ ചോദിക്കും. ഓക്കെ മാഡം, എന്തായിരുന്നാലും ഞാൻ നിന്റെ അടുത്ത് ഷെയർ ചെയ്തോളാന്നും പറഞ്ഞ് ഗ്രാൻഡ് പേയുടെ കൂടെ പോയിരുന്ന് സംസാരിച്ചില്ലേ, ആ കാര്യം ഇപ്പോ ഒന്ന് ഓർത്തെടുക്കും. അവള് തന്നെയാണെന്ന് നീ ഉറപ്പിച്ചോ എന്ന് ചോദിക്കും. അതെ ഗ്രാൻഡ് പാ, ഞാൻ ഉറപ്പിച്ചു എന്ന് പറയും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് ഏകദേശം സിമിലർ ആണ്. ബട്ട് നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം രണ്ടും രണ്ടാണ്. നിങ്ങളുടെ ഹോബീസ്, വേ ഓഫ് തിങ്കിങ്, നിങ്ങളൊരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഈവൻ ലവിന്റെ വാല്യൂസ്, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാട് വിള്ളൽ വരും. പോകെ പോകെ ഇത് വലിയൊരു വിഷയമായിട്ട് മാറും. നിങ്ങൾ ഇത് കാരണം കൊണ്ട് തന്നെ തെറ്റിപ്പിരിയാനും ചാൻസ് ഉണ്ടെന്ന് പറയും. അങ്ങനെയല്ല ഗ്രാൻഡ് പാ, ഞങ്ങള് പരസ്പരം മനസ്സിലാക്കി അഡാപ്റ്റ് ആയി പോകുമെന്ന് പറയും. അപ്പോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാല് ആര് വിട്ടുകൊടുത്ത് ആദ്യം സംസാരിക്കുമെന്ന് ചോദിക്കും. ഗ്രാൻഡ് പാ, ഉറപ്പായിട്ടും അത് ഞാൻ തന്നെയായിരിക്കും. എന്റെ ലവിന്റെ മേത്ത് എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടെന്ന് പറയും. പക്ഷെ ഈ ആൻസർ ഗ്രാൻഡ് പാക്ക് അത്രക്ക് ഡൈജസ്റ്റ് ആവില്ല. ഇപ്പോ അതൊക്കെ ആലോചിച്ച് എന്തായാലും ഹൺഹയുടെ കാര്യം ജിങ്ഷിയുടെ അടുത്ത് തുറന്നു പറഞ്ഞേക്കാന്നും പറഞ്ഞ് വരുമ്പോഴേക്കും ഷാനിന്റെ അടുത്ത് നിന്നും ജിങ്ഷിക്ക് മെസ്സേജ് വരും. ഇയാൾ ഇത്രക്കും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുവാണോ എന്ന് ചോദിക്കും. അല്ല ജിങ്ഷി, ഈ ഒരു കാര്യത്തില് നിന്റെ അഭിപ്രായം എന്താന്ന് ഞാൻ ചോദിക്കും. അത് ഞാൻ എങ്ങനെ സമ്മതിക്കും, ഓൾറെഡി അയാൾ നിന്റെ കോമ്പറ്റീറ്റർ ആണ്. അങ്ങനെ ഇരിക്കുമ്പോ നിന്നെ അതിലേക്ക് വലിച്ചിഴക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാനൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് ജിങ്ഷി അവിടെ നിന്ന് പോകും. ഈ ഒരു ആൻസർ കേൾക്കുമ്പോ ഞാനെന്റെ ഫേസ് ഒക്കെ അങ്ങനെ തന്നെ മാറും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. രാവിലെ തന്നെ ജിങ്ഷി ഞാനും കൂടി ജിങ്ഷിയുടെ പാരന്റ്സിന് വീഡിയോ കോൾ ചെയ്യും. ദേ, ഇപ്പോ ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് ആണ്, നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ച് വിളിച്ചതാന്ന് പറയും. ഇത് കേട്ട് ജിങ്ഷിയുടെ പാരന്റ്സിന് ഹാപ്പി. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് എപ്പോഴാ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കും. ന്യൂ ഇയറിന് വരാണ്ടെന്ന് ഞാനും പറയും. അങ്ങനെ രണ്ടുപേരും കോളും കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കും. അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു. ഇപ്പോ രണ്ട് കൂട്ടർക്കും ഒരു കുഴപ്പമില്ല. ഇപ്പോ എനിക്ക് ഡബിൾ ഹാപ്പിയാന്ന് പറയും. പക്ഷെ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. വരുന്ന എക്സിബിഷനില് പുതിയ പ്രോജക്ട് തയ്യാറാക്കണ്ടേ, ഇനി മുതൽ ഞാൻ ഒരുപാട് ബിസി ആയിരിക്കും എന്ന് പറയും.
ഓ, അപ്പൊ എന്റെ ജിങ്ഷി വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണല്ലേ. അപ്പൊ എനിക്ക് നഷ്ടപരിഹാരം വേണോന്നും പറഞ്ഞ് ജിങ്ഷിനെ അങ്ങോട്ട് പിടിച്ച് കിസ് ചെയ്യും. അതേ ടൈം യുവാന് മിസ്റ്റർ ചാനെതിരെ എന്തോ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പുള്ളിക്കാരി ചാനിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. നിങ്ങള് ഷിങ്ചനെതിരെ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ഞാനും അവിടെ ചെന്നൊന്ന് ട്രൈ ചെയ്തു, പക്ഷെ അവിടെയുള്ള മുഴുവൻ കൺട്രോളും ഇയാനിന്റെ കൈകളിലാണ്. അവന്റെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്നലെ നൈറ്റ് പോലും ഞാൻ ജിങ്ഷിക്ക് മെസ്സേജ് അയച്ചു, ഇത്ര നേരമായിട്ടും അതിനൊരു റിപ്ലൈ പോലും വന്നിട്ടില്ല എന്ന് പറയും. ആക്ച്വലി എനിക്കൊരു ക്ലൂ കിട്ടിയെന്ന് യുവാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ സിഡ്നി വന്ന് ഇവരെ കൂടെ ജോയിൻ ചെയ്യും. സിഡ്നിനെ കാണുമ്പോ തന്നെ ഞാൻ ജിങ്ഷിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം സിഡ്നിയുടെ അടുത്ത് പറയും. ഞാൻ ആരെ വേണേലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടെ, എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്ന് പറയും. ഓ, അപ്പോ എന്തുകൊണ്ടാണ് നിന്റെ കമ്പനിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അവൻ തിരിച്ചെടുക്കാനായിട്ട് നോക്കിയിട്ട് നീ അതിന് സമ്മതിക്കാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ആക്ച്വലി സിഡ്നിക്ക് ഇപ്പോഴും യാനിന്റെ മേത്തൊരു ലവ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിഡ്നിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല. അപ്പൊ തന്നെ ചെന്നും, അല്ല നിനക്ക് എന്തോ ഒരു ക്ലൂ കിട്ടിയെന്ന് പറഞ്ഞു തുടങ്ങിയായിരുന്നല്ലോ, മുഴുവനായിട്ടും പറഞ്ഞില്ല എന്ന് പറയും. ആക്ച്വലി അൻഹായും ഷിങ്ചനും മെർജ് ചെയ്യാനായിട്ട് പോകുന്നില്ലേ, അതിന്റെ ഒരു ക്ലൂ ആണ് കിട്ടിയത്. ആ കാര്യം ഇപ്പൊ ഇവിടെ പറയും. അപ്പൊ തന്നെ സിഡ്നിയും, അല്ല അൻഹായ് ഓൾറെഡി വലിയൊരു കമ്പനിയാണ്, അപ്പോ ഷിങ്ചൻ അതിന്റെ കൂടെ മെർജ് ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിക്കും. അവനെ എന്ത് വേണേലും ചെയ്യും, അവന്റെ ഓർഡർ മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചെന്നും പറയും. അപ്പൊ തന്നെ സിഡ്നി, അങ്ങനെയാണെങ്കിൽ നമ്മള് ഷിങ്ചനെയാണ് ഫോളോ ചെയ്യണ്ടേന്ന് പറഞ്ഞ് ഒരു ഐഡിയ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്താല് ഇപ്പൊ പുതിയ എക്സിബിഷന് നമ്മുടെ ടീം എല്ലാവരും കൂടി നടന്നു വരും. ആ ടൈമിന് സിഡ്നി ജിങ്ഷിയുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കും. എന്തായാലും നിങ്ങൾ രണ്ടുപേരും നമ്മുടെ ബൂത്തിലേക്ക് പോയിരിക്ക്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാന്നും പറഞ്ഞ് സിഡ്നിയും ജിങ്ഷിയും കൂടി മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങും. ഇത്രയ്ക്കും ഷോർട്ട് പീരീഡില് വലിയൊരു ഗ്രോത്ത് നിനക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനി നീ എന്നെ ബീറ്റ് ചെയ്ത പോലെ വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അല്ല സിഡ്നി, നിങ്ങളുടെ കമ്പനി റോബോട്ടിനെ മേക്ക് ചെയ്യുന്നു, ഞങ്ങളുടെ കമ്പനി ആണെങ്കിലോ ബോൺസിനെയും മേക്ക് ചെയ്യുന്നു. ഇതിനിടയിൽ ഒരു കോമ്പറ്റീഷൻ പോലും വന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ വിന്നിങ്ങും ലോസിങ്ങും വരുന്നതെന്ന് ചോദിക്കും. ഞാനിന്റെ കൂടെയാണ് വളർന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവന്റെ അടുത്ത് നിന്നും ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഷോർട്ട് പീരീഡ് കൊണ്ട് നീ അവന്റെ കൂടെ നിന്ന് അവന്റെ എല്ലാ കാര്യവും പഠിച്ചെടുത്തു. അപ്പോ നീ തന്നെയാണ് വിൻ ചെയ്തെന്നറിയും. ശരിയെന്നാ ഞാൻ പോവാന്നും പറഞ്ഞ് ജിങ്ഷി പയ്യെ നടക്കും. അപ്പൊ തന്നെ സിഡ്നി സ്റ്റോപ്പ് ചെയ്തിട്ട്, നിനക്ക് ഞാനിനെ മുഴുവനായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഷിങ്ചൻ നന്നായിട്ട് ഇംപ്രൂവ് ആയി വരുന്നുണ്ട്, പക്ഷെ അൻഹായുടെ അത്രയും ഇല്ല. ആക്ച്വലി അവൻ ജർമ്മനിയിലുള്ളപ്പോ തന്നെ അൻഹായില് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോ യുവാനും അൻഹായും മെർജ് ചെയ്യാനായിട്ട് അവൻ ഓർഡർ പോലും ചെയ്തു. അതിൽ നിന്ന് ഞാൻ യുവാന ഒരു കണക്കിനാണ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം നിനക്കും ഇതേ ഗതി തന്നെ വരും. എന്തായാലും നീ അവനെ സ്നേഹിച്ച് അവന്റെ കൂടെ നിൽക്ക്, അതുവരെ നിനക്ക് നല്ലതായിരിക്കും. പക്ഷേ നീ ഇനി അവനെ വിട്ട് ദൂരെ പോവാനാണ് ഉദ്ദേശമെങ്കില് നിനക്ക് അവൻ മരണഭയം കാണിച്ചു തരുമെന്നും പറഞ്ഞ് പയ്യെ നടക്കും. അപ്പൊ തന്നെ ജിങ്ഷി, ഞാൻ അൻഹായില് ഇൻവെസ്റ്റ് ചെയ്തോട്ടെ, അതിലെനിക്കൊരു പ്രോബ്ലം ഇല്ല, അത് അവന്റെ മാത്രം തീരുമാനമല്ലേ എന്ന് ചോദിക്കും. ഓ, നിനക്കപ്പോ ഇപ്പോഴും ഒരു കാര്യവും അറിയില്ലല്ലേ, അവൻ നിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലേ? ജിങ്ഷി, നിനക്ക് യാനിനെ കിട്ടിയത് എന്തുകൊണ്ടാണെന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ സിമ്പിൾ ലൈഫ് കണ്ടിട്ട് നിനക്ക് ഗോഡ് തന്ന ഗിഫ്റ്റ് ആയിട്ടാണെന്നാണോ? എന്തായാലും ആ ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തുക കൊടുക്കേണ്ടി വരും. അത് നീ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണമെന്നും പറഞ്ഞ് സിഡ്നി അങ്ങനെ പോകും. അങ്ങനെ ഇപ്പോ ജിങ്ഷി നേരെ വീട്ടിലേക്ക് വരും. അതേ ഡെസ്പായിട്ടാണ് ഇരിക്കുന്നത്. ഞാനാണെങ്കിലോ അകത്ത് കുളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ട്രോബെറി ഒക്കെ എടുത്ത് കഴിച്ച് സിഡ്നി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിന് ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരും. എന്താ നീ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നതെന്ന് ചോദിക്കും. ഇന്ന് എക്സിബിഷനിൽ അൻഹായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അൻഹായുടെ കൂടെ ഷിങ്ചന് ഒരു മത്സരം പോലും നടത്താനായിട്ട് സാധിച്ചില്ല എന്ന് പറയും. അൻഹായ് എന്ന് പറയുന്നത് 5-6 വർഷം പഴക്കമുള്ള കമ്പനിയല്ലേ, ആ ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഇതേപോലെ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടുമെന്ന് പറയും. എന്നാലും അങ്ങനെയല്ല, അൻഹായ് ഷിങ്ചന്റെ വളർച്ച പോലും തടുത്തുകൊണ്ടിരിക്കാന്ന് പറയും. അല്ല ജിങ്ഷി, നീയല്ലേ പറഞ്ഞത് അൻഹായുടെ കൂടെ ഒരു മത്സരത്തിനും നീ ഇല്ലാന്ന്? നിങ്ങളുടെ ഗോൾ നോക്കി മുന്നേറി പോകുന്നല്ലേ നീ ഗ്രാൻഡ് പേരുടെ അടുത്ത് പോലും പറഞ്ഞത്? എന്നിട്ടിപ്പോ അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യം എന്താന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയല്ലേ ഞാൻ, അൻഹായി ഇനി ഷിങ്ചന വിഴുങ്ങോ? എനിക്ക് നല്ല പേടിയുണ്ട്. ഷിങ്ചൻ അവരുടെ ഓൺ പാതയിലൂടെ മുന്നേറി പോവാണ്, ആ ഒരു വളർച്ച തടഞ്ഞ് നിർത്തുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഞാൻ അവളെ ഹഗ് ചെയ്ത് നിർത്തും. എനിക്ക് നല്ല ഉറപ്പുണ്ട് ജിങ്ഷി, ഷിങ്ചൻ ഓൺ പാതയിലൂടെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറി പോവാണ്. അവിടെ എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ ഷിങ്ചനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയും. അപ്പൊ തന്നെ ജിങ്ഷിയും യാനിനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്ത്, നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും.
ജിൻഷി ലവിനെ എങ്ങനെയാണ് ഡിവൈൻ ചെയ്യുന്നത്? അതെനിക്ക് അറിയില്ല എന്ന് പറയും. എനിക്ക് വേണ്ടിയിട്ട് നീ ജീവിക്കാനും മരിക്കാനും തയ്യാറായിട്ടിരിക്കണം. ഞാൻ ഇല്ലെങ്കിൽ നിന്റെ ലൈഫ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്ന പോലെ നിനക്ക് ഫീൽ ചെയ്യണം. അങ്ങനെയാണ് ലവ് എന്ന് പറയും. പക്ഷേ എനിക്കറിയാവുന്ന ലവ് ഇങ്ങനെയല്ല എന്ന് പറയും. എന്നാ പറ, നിന്റെ കാഴ്ചപ്പാടില് ലവ് എങ്ങനെയാണെന്ന് ജിൻഷിയും ചോദിക്കും. ഫസ്റ്റ് പൊരുത്തോന്ന് പറയും. അപ്പൊ തന്നെ ജിൻഷി അവന്റെ കയ്യിൽ നിന്ന് കൈയെടുക്കും. എന്നാലും ഞാൻ ജിൻഷിയുടെ കൈ വിടാണ്ട് പിടിച്ചു വെക്കും. ലവ് എന്ന് പറയുമ്പോ മനപ്പൊരുത്തവും നമുക്കിടയിൽ അത്യാവശ്യം എന്ന് പറയും. അപ്പൊ തന്നെ ജിൻഷി ഞാനിന്റെ കയ്യിൽ നിന്ന് കൈയെടുത്ത്, ഞാൻ കുറച്ച് ടയേർഡാണ്, എന്തായാലും പോയി കുളിച്ചിട്ട് വരാന്നും പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് പോകും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.